സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പേരാണ് പി പത്മരാജൻ. പത്മരാജൻ സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ഫ്രെയിമുകളും ഒരു കവിത പോലെ ആയിരിക്കും. ഓരോ കഥാപാത്രങ്ങളും നമ്മളെ എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇന്നും ഒരുപാട് പേർക്ക് അറിയാത്ത അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട്, അദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രം. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഫാന്റസി മിത്തിക്കൽ സിനിമകളിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമ ഞാൻ ഗന്ധർവൻ. 1991 പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവൻ അന്ന് വലിയൊരു വിജയമായിരുന്നില്ല. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം ആ സിനിമ ഇന്ന് വലിയ രീതിയിൽ കാണുന്നവരുണ്ട്. ഈ സിനിമയുടെ എഡിറ്റിംഗ് അടക്കമുള്ള എല്ലാ വർക്കുകളും പൂർത്തിയാക്കിയ ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കഥകളുടെ ഗന്ധർവൻ നമ്മളെല്ലാം വിട്ടുപോയി. ഗന്ധർവന്മാരെ കുറിച്ചുള്ള സിനിമ ചെയ്തതുകൊണ്ട് ഗന്ധർവശാപം മൂലമാണ് അദ്ദേഹം മരിച്ചതെന്നാണ് പലരും പറയുന്നത്. ഗന്ധർവന്മാരെ കുറിച്ച് സിനിമ ചെയ്യരുതെന്നും അത് താങ്കളുടെ നാശത്തിനാണെന്നും പലരും അദ്ദേഹത്തിന് ഒരു വാണിംഗ് ഒക്കെ അന്ന് കൊടുത്തിട്ടുണ്ടെന്ന് ചില കഥകളുണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ ഒരു മരണം അദ്ദേഹത്തിന്റെ സിനിമയും അദ്ദേഹത്തിന്റെ സ്വഭാവവും ഒക്കെ പോലെ തന്നെ ഇന്നും നിഗൂഢമായി നിലനിൽക്കുന്നു. ഞാൻ ഗന്ധർവൻ ഒരു പ്രണയകഥയാണ്, എന്നാൽ ഒരു സാധാരണ പ്രണയകഥയല്ല. ദേവലോകത്തു നിന്നും ശാപം ലഭിച്ച് ഒരു ശിക്ഷയുടെ ഭാഗമായി ഒരു ഗന്ധർവൻ ഭൂമിയിലേക്ക് വരുന്നതും ഭൂമിയിലുള്ള ഒരു പെൺകുട്ടിയുമായി അയാൾ പ്രണയത്തിലാകുന്നതും ഒക്കെയാണ് ഈ സിനിമയുടെ പ്രമേയം. ദിവ്യഗന്ധം അറിയുന്നവൻ, അതാണ് ഗന്ധർവൻ എന്ന വാക്കിന്റെ അർത്ഥം. ഈശ്വരന്മാർക്കും ദേവന്മാർക്കും സോമരസം, അതായത് മദ്യമുണ്ടാക്കുന്നവർ, ഒപ്പം സുന്ദരികൾ അതീവ തൽപരരായ ഇവർ ഒന്നാന്തരം ഗായകന്മാർ കൂടെയാണ്. ഒരു ടെറിഫിക് കോമ്പിനേഷൻ. സ്വർഗത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റൊരു ഗാലക്സിയിൽ നിന്നും വരുന്ന മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ, അമാനുഷികനായ ഒരാൾ. ഒരു സയൻസ് ഫിക്ഷൻ സിനിമ ഫാനൊക്കെയാണ് നിങ്ങളെങ്കിൽ ആ ഒരു മൂഡിലും നിങ്ങൾക്ക് ഈ സിനിമ ആസ്വദിക്കാൻ സാധിക്കും. നിങ്ങളൊരു 90s കിഡ് ആണെങ്കിൽ ഈ സിനിമയിൽ ഗന്ധർവനായി എത്തിയ നിതീഷ് ഭരദ്വാജിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ആ കാലത്തുണ്ടായിരുന്ന മഹാഭാരതം, വിഷ്ണുപുരാണം എന്നീ സീരീസുകളിൽ കൃഷ്ണനായും വിഷ്ണുവായും ഒക്കെ അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭംഗിയും പെർഫോമൻസും ആ ഒരു കഥാപാത്രത്തിന് വല്ലാത്തൊരു മാജിക് ഫീല് കൊടുക്കുന്നുണ്ട്. സുപർണ ആനന്ദാണ് ഈ സിനിമയിൽ നായികയായി എത്തിയത്. അവരുടെ പ്രണയം ആകാശവും ഭൂമിയും പോലെ രണ്ട് വ്യത്യസ്ത ലോകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ഒരു ക്ലാസിക് ആണെന്ന് പറയുന്നത്? അന്ന് വരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു കഥയും മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന സ്റ്റോറി ടെല്ലിംഗ് ഫ്രെയിമുകളും ഈ ഒരു സിനിമ ഒരു വല്ലാത്ത മായിക ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. പ്രണയത്തെ ഇത്രയും മനോഹരമായും അതേസമയം വളരെ പെയിൻഫുൾ ആയും അവതരിപ്പിച്ച മറ്റു സിനിമകൾ വളരെ കുറവായിരിക്കും. ഹോളിവുഡ് ലെവൽ സിനിമകൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന മലയാളി സിനിമാ പ്രേക്ഷകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഞാൻ ഗന്ധർവൻ. ഞാൻ ഗന്ധർവൻ ഒരു സിനിമ മാത്രമല്ല, അതൊരു അനുഭവം കൂടെയാണ്. പ്രണയത്തെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും വേർപാടുകളെക്കുറിച്ചും ഈ സിനിമ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.